ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഹനോയിലെ ഓൾഡ് ഗാർട്ടറിലുള്ള ലക്ഷറി ബീജിംഗ് ഹോട്ടലിലാണ്. അപ്പം ഇന്ന് നമുക്ക് പോകാനുള്ള മെയിൻ സ്ഥലം എന്ന് പറയുന്നത് ഹാലോങ് ബേയിലേക്കാണ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇവിടെ മെയിനായിട്ട് ഉണ്ടായിരുന്നത് വിയറ്റ്നാമീസ് സ്റ്റൈൽ ഫുഡ് തന്നെയായിരുന്നു. പിന്നെ കുറച്ചധികം കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അതേപോലെ നമുക്ക് എല്ലാ ഹോട്ടലിലും മുട്ട ഓംലേറ്റ്, മുട്ട പുഴുങ്ങിയത് അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടും. നമ്മൾ ഈ ട്രിപ്പിൽ അധികം ചൂസ് ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റുള്ള ഹോട്ടൽ തന്നെയാണ്. ഇതാണ് ഇവിടുത്തെ കാപ്പി. കുറച്ച് കട്ടൻ കാപ്പി ഉണ്ടാവും, അതേപോലെ മിൽക്ക് മെയ്ഡ് ഉണ്ടാവും. അത് രണ്ടും മിക്സ് ചെയ്തിട്ട് നമ്മൾ കാപ്പിയാക്കി കുടിക്കണം. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് റെഡിയായിട്ട് റിസപ്ഷനിലേക്ക് വന്നതാണ്. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടലുള്ളത്. ഇത് ഹനോയിൽ ഓൾഡ് ക്വാർട്ടറിൽ തന്നെയാണുള്ളത്. അപ്പോൾ ഇവിടുന്ന് എല്ലായിടത്തേക്കും പോകാനും കാര്യങ്ങൾക്കെല്ലാം എളുപ്പമാണ്. അപ്പോൾ ഞങ്ങൾ ഹാലോംബേയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി ബുക്കാക്കിയിട്ട് നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു 2.5-3 മണിക്കൂറിൻ്റെ അടുത്ത് യാത്രയുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു 8 മണിയാകുമ്പോൾ പുറപ്പെട്ട് ഒരു 10:30 ആകുമ്പോൾ നമ്മൾ അവിടെ ക്രൂയിസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ ഹാലോംബേയിലേക്ക് വരുന്നവർ ടൂർ പാക്കേജ് എടുത്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. അത് ഒരു ദിവസത്തെ ടൂർ പാക്കേജ് ആയിട്ടും കിട്ടും. അത് നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇവിടെ ഹനോയിലായാലും ഫുൾ ടൂർ ഡെസ്കുകൾ ഉണ്ടാവും, അവിടെ കിട്ടും. പിന്നെ നമ്മളിപ്പോൾ ഗൂഗിളിൽ തന്നെ നമുക്ക് സെർച്ച് ചെയ്താലും എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന കോസി ബേ പ്രീമിയം ക്രൂയിസ് ആണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾക്ക് രണ്ടാൾക്ക് കൂടിയിട്ട് ക്രൂയിസിൻ്റെ ചാർജ് വന്നത് 24 ലക്ഷം VND അടുത്താണ്. ഞങ്ങൾ അവിടെ കറക്റ്റ് 10:30 ആകുമ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഗൈഡ് എത്താൻ വേണ്ടിയിട്ട് ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈഡ് വന്നതിന് ശേഷം ഞങ്ങളെ ബോട്ടിനകത്തേക്ക് കയറ്റിയാണ്. ഇതിലൊരു ക്രൂയിസിൽ 2 നിലയായിട്ടാണുള്ളത്. പിന്നെ ടോപ്പിൽ നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും പിന്നെ വൈകുന്നേരം ചെറിയൊരു പാർട്ടി കാര്യങ്ങൾ അങ്ങനത്തെയുള്ളൊരു സെറ്റപ്പാണ്. ഈ ക്രൂയിസിൻ്റെ ഉള്ളിൽ 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന കുറച്ചധികം ടേബിൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ടേബിളിലും ഓരോരോ ആൾക്കാരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടാവും. അതിനനുസരിച്ച് വേണം നമ്മൾ പോയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ എല്ലാവരും കയറിയിരുന്ന പാടന്നെ അവിടെ നിന്ന് നമ്മൾ ക്രൂയിസ് മൂവ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഫുഡ് ടൈമാണ്. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു 45 മിനിറ്റ് ട്രാവൽ ഉണ്ട്. അതിനുള്ളിൽ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമാണ്. ഫുഡെല്ലാം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടുന്ന ഫുഡ് നമുക്ക് പോയിട്ട് എടുക്കാം, വന്ന് ടേബിളിൽ ഇരുന്ന് കഴിക്കാം. ഈ ക്രൂയിസിൽ കുറേയധികം രാജ്യങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. അപ്പം എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഫുഡ് തന്നെയാണ് ഇവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫ്രൈഡ് ന്യൂഡിൽസ്, പിന്നെ സ്പ്രിംഗ് റോള്, അങ്ങനെ കുറച്ചധികം ഐറ്റംസ് ഉണ്ട്. പിന്നെ കുറച്ചധികം സീ ഫുഡും ഉണ്ടായിരുന്നു. ഓയിസ്റ്റർ കഴിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഒരു ഓയിസ്റ്റർ എടുത്തത്. പക്ഷേ തിന്നാൽ എന്താവുമെന്ന് അറിയാത്തതുകൊണ്ട് ഞാനതിനെ വിട്ടു. കാരണം ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ഈ ക്രൂയിസിൽ തന്നെയാണ് ഉള്ളത്. അതിനിടയിൽ എന്തെങ്കിലും വൈകാരിക കാര്യങ്ങളോ വന്നാൽ നമുക്ക് തിരിച്ച് ഇപ്പുറത്തേക്ക് എത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ഈ ക്രൂയിസിനകത്തേക്ക് നമ്മൾ പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽ അലൗഡ് അല്ല. ചെറിയ ടിന്നായിട്ടുള്ള വാട്ടർ ബോട്ടിൽ ഇവിടെ തന്നെ കിട്ടും. അത് നമ്മൾ ഇവിടെ നിന്ന് വാങ്ങാൻ അവർ തന്നെ ഡിസ്പോസ് ചെയ്തോളും. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് സമയം കൂടി ഉണ്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള ഐലൻഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ പുറത്ത് നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളും എടുത്തിയായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മളൊരു ചിത്രം വരച്ചു വെച്ച ഒരു ഫീലിംഗ് ആണ് നമുക്കുള്ളത്. ഈ വെള്ളത്തിൻ്റെ നടുവിൽ ഇതുപോലുള്ള ലൈം സ്റ്റോണുകൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുക എന്ന് പറയുന്നത് അത് കാണാൻ തന്നെ നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. കടലിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന 100 കണക്കിന് ചുണ്ണാമ്പ് കല്ല് ദ്വീപുകളും പാറക്കൂട്ടങ്ങളുമാണ് ഈ ഹാലോങ് ബേയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പച്ച നിറത്തിലുള്ള കടലും അതിനു മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഭീമൻ പാറകളും ചേർന്ന് കാണുന്ന കാഴ്ച ശരിക്കും നമ്മുടെ കണ്ണിന് ഒരു കുളിർമ നൽകുന്നത് തന്നെയാണ്. സൂര്യോദയവും സൂര്യാസ്തമയം കാണുന്ന സമയത്താണ് ഈ ഹാലോങ് ബേയുടെ സൗന്ദര്യം കുറച്ചുകൂടി കൂടുന്നത്. പിന്നെ ഞങ്ങൾ ഏറ്റവും കുറച്ച് ടോപ്പിൽ പോയിട്ട് കുറച്ച് കാഴ്ചകളിൽ ആസ്വദിക്കുകയും കുറച്ച് വീഡിയോസിൽ എടുക്കുകയും ചെയ്തു. ഇത് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഡേ ട്രിപ്പാണ്. അതേപോലെ തന്നെ ഈ ക്രൂയിസിൽ നിൽക്കാനുള്ള സൗകര്യമുണ്ട്. അത് ഈ ഒരു ദിവസം വൈകുന്നേരം മുതൽ പിറ്റേ ദിവസം ഉച്ച വരെ അങ്ങനെ എന്തോ ആണുള്ളത്. അതിന് പ്രത്യേകതരം ബോട്ടുകളും തന്നെയുണ്ട്. ഇതിനിടയിൽ കൂടി കുറേ സ്പീഡ് ജെറ്റുകൾ ഇടക്കിടക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ കാഴ്ച ഇങ്ങനെ കാണുമ്പം അതിങ്ങനെ നോക്കി നിന്നു പോകും. ആ പച്ച കളർ വെള്ളം, അതിനിടയിൽ പച്ച കളറുള്ള കല്ലുകൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത്, ഈ കാഴ്ചകളൊക്കെ കണ്ടു നിന്നതും സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് എല്ലാവരും. അപ്പോൾ ഹാലോങ് ബേയിലെ കേവിലെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.